Hello, good morning everyone. So, welcome to today video tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IR സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്ന ഒരു പാർട്ടാണ് വൈബ്രേഷണൽ എനർജി സ്റ്റേറ്റ് ഓഫ് എ ഡയാറ്റോമിക് മോളിക്യൂൾ. അപ്പോൾ വൈബ്രേഷണൽ എനർജീനെ കുറിച്ചും വൈബ്രേഷണൽ മോഷനെ കുറിച്ചും അല്ലെങ്കിൽ മോഡ്സ് ഓഫ് വൈബ്രേഷനെ കുറിച്ചും ഒക്കെയുള്ള ക്ലാസ് നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വൈബ്രേഷനെ കുറിച്ചിട്ട് കുറച്ച് ഐഡിയാസ് കിട്ടി. അതായത് വൈബ്രേഷനാണ് ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റിൻ്റെ റീസൺ. അങ്ങനെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, IR സ്പെക്ട്രം കിട്ടുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈബ്രേഷണൽ എനർജി സ്റ്റേറ്റ് ഓഫ് എ ഡയാറ്റോമിക് മോളിക്യൂൾ. ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ എടുത്തിട്ട് അതിൻ്റെ വൈബ്രേഷണൽ എനർജി സ്റ്റേറ്റ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് ഇതിന് തന്നെ നമുക്ക് തിയറി ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാം. IR സ്പെക്ട്രോസ്കോപ്പിയുടെ തിയറി കൂടെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തിയറി എന്ന് കാണാൻ പറ്റും. സോ തിയറി കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, IR സ്പെക്ട്രോസ്കോപ്പിയുടെ തിയറി. ദ മെയിൻ റീസൺ ഫോർ IR സ്പെക്ട്രം അല്ല IR സ്പെക്ട്രോസ്കോപ്പി. അതിനുവേണ്ടി ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, SHO സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിനോട് നമുക്കറിയാം ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയായിരുന്നു നമ്മൾ SHOയിൽ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു 2 മാസസ് ഉണ്ടാവും. അതൊരു സ്പ്രിങ്ങിൽ ഐഡിയൽ മാസസ് ഉണ്ടാവും, പിന്നെ ഒരു സ്പ്രിങ് ഉണ്ടാവും കണക്ട് ചെയ്യാൻ. അപ്പോൾ അവിടെയുള്ള മോഷനൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇവിടെയും നമ്മൾ ആ സെയിം ഐഡിയയാണ് കൊണ്ടുവരുന്നത്, SHOയുടെ ഐഡിയയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ 2 മാസ് കൺസിഡർ ചെയ്യാണ്, M1 ആൻഡ് M2. ഇതാണ് ഡയാറ്റോമിക് മോളിക്യൂൾ. ഒരു ആറ്റം എന്താണ്, M1 ആണ്, ഒരു ആറ്റം M2 ആണ്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമുക്ക് എന്താണ്, ഇത് കെമിക്കൽ ബോണ്ട് വഴിയാണ്. ഈ കെമിക്കൽ ബോണ്ടിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് പറയുന്നത് K വെച്ചിട്ടാണ്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. അത് മീൻ ചെയ്യുന്നത് ഒരു ബോണ്ടിൻ്റെ സ്ട്രെങ്ത്താണ്. സോ ഇവിടെ ഇതൊരു കെമിക്കൽ ബോണ്ടാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഐഡിയയാണ് SHOയിലും വരുന്നത്. 2 മാസം ഉണ്ടാകും ഒരു ഐഡിയൽ സ്പ്രിങ്ങിൽ. അതിങ്ങനെ ഐഡിയൽ സ്പ്രിങ്ങിൻ്റെ കേസിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിലോട്ടേക്ക് പോകണ്ട. അപ്പം ഈ M1 M2 എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് SHO എന്ന് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യുന്ന എന്താണ്, SHO ക്യാൻ ബി കൺസിഡേഴ്സ് ആസ് എ മോഡൽ ഓഫ് വൈബ്രേറ്റിംഗ് ഡയാറ്റോമിക് മോളിക്യൂൾ. So consider 2 atoms M1 and M2, and these 2 are connected by means of a chemical bond, and its force constant is found to be K. Clear ayallo? And this system is the entire system, that means a system of 2 masses connected by means of an ideal spring, and the entire system is similar to SHO. SHO ആയിട്ട് സിമിലർ ആണ്. ആൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇതൊരു ഡെറിവേഷൻ ആയിട്ടാണ് വരുന്നത്. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ്, അക്കോർഡിംഗ് ടു എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ്, നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ μ0 is given by എത്രയാണ്, μ0 = 1/2π √K/μ. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ് ഇതാണ് ഒരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ടേം വന്ന് K നമുക്കറിയാം ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ മ്യൂ ഇസ് റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദ സിസ്റ്റം, അല്ലേ. സിസ്റ്റത്തിൻ്റെ റെഡ്യൂസ്ഡ് മാസ് ആണ്. ദാറ്റ് മീൻസ് മ്യൂ = M1 M2 by M1 plus M2. ആ ഇക്വേഷൻ ഓർക്കുക, μ = M1 M2 / M1 plus M2.
അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് മ്യൂ ബാറിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതി. ദെൻ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മ്യൂവിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതി, ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി. നമ്മൾ ഇനി എന്ത് ചെയ്യണം? മ്യൂവിനെ നമ്മൾ മ്യൂ ബാറിൻ്റെ ടേംസിൽ എഴുതണം, അതായത് വേവ് നമ്പറിൻ്റെ ടേംസിൽ എഴുതണം. അത് എഴുതാൻ വേണ്ടി നമുക്കറിയുന്ന ഒരു ഇക്വേഷനാണ് മ്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഹയർ ക്ലാസ്സിൽ. ആൻഡ് 1/λ. അപ്പം ഇതിന് തന്നെ സി ഇൻറ്റു 1/λ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം, സി ഇൻറ്റു ന്യൂ ബാർ. ഈ ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ 1/λ. ദാറ്റ് മീൻസ് ന്യൂ ഈക്വൽ ടു സി ന്യൂ ബാർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ന്യൂവിന് പകരം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? സി ന്യൂ ബാർ ഈക്വൽ ടു 1/2π√k/μ. പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ന്യൂവിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സി ഇപ്പുറത്തോട്ടേക്ക് വരും. സോ ഞാൻ ആ ചേഞ്ച് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ന്യൂ ബാർ ഈക്വൽ ടു എന്ത് വരും? എക്സ്ട്രാ സി എന്നിവിടെ എഴുതിയാൽ കഴിഞ്ഞാൽ സി എന്ത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ താഴോട്ട് വരും. ഞാനതിവിടെ എഴുതുന്നില്ല. 2πc/k/μ. ഇത് വേവ് നമ്പറാണ്, ഇത് ഫ്രീക്വൻസി ആണെന്ന് ഓർക്കുക. ദെൻ നമ്മൾ ചെയ്യേണ്ട എന്താണ്? നെക്സ്റ്റ് ഇത്രയും എഴുതുക. ദെൻ വൈബ്രേഷണൽ എനർജി. ദെൻ കൺസിഡർ ദ വൈബ്രേഷണൽ എനർജി. കൺസിഡർ ദ വൈബ്രേഷണൽ എനർജി ഈക്വൽ ടു, ഇതൊരു ന്യൂ ഇക്വേഷൻ ആയിരിക്കും, വി പ്ലസ് ഹാഫ് എച്ച് ന്യൂ 0. This is the equation of vibrational energy, where V is called vibrational quantum number. It is called vibrational quantum number and its value found to be 0, 1, 2, 3, etc. Its value lies in between 0, 1 അങ്ങനെയാണ് വരുന്നത്. Then in ground state, then I am consider in ground state V equal to what? V equal to 0. Ground state V equal to 0. Then the equation changes. E equal to 0 plus half h nu 0 and E equal to half h nu 0. And this is called 0 point energy. And this is called endana 0 point energy. What is 0 point energy? 0 point energy എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ 0 ആയിക്കഴിഞ്ഞാൽ, അതായത് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ 0 ആകുമ്പോഴുള്ള എനർജിയാണ്, ഒരു മോളിക്യൂളിൻ്റെ എനർജിയാണ് എന്ത്? 0 point എനർജി. അപ്പോഴും ഒരു എനർജി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ 0 ആണെങ്കിൽ പോലും അതിലെന്താണ്? ഒരു ടൈനി എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. അതാണ് 0 point എനർജി എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ I am considering a molecule which is undergoing a vibration from a lower energy level V to higher energy level V dash. Then the energy difference is found to be delta E, and this delta is equivalent to the absorbed electromagnetic radiation. നമ്മുടെ എവിടെ ഇത് പഠിച്ചത്? അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഐഡിയ അല്ലെ? ട്രാൻസിഷൻ നടക്കുമ്പോഴുള്ള V to V dash, ലോവർ എനർജി ടു ഹയർ എനർജി. അപ്പോൾ ഉണ്ടാവുന്ന ഡെൽറ്റ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എനർജി ഡിഫറൻസ് ഈസ് ഈക്വലൻ ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ്ഡ്. ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ദെൻ ഞാൻ ഇതിനെ റീപ്ലേസ് ചെയ്യാണ്. ഇവിടെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു എനർജി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എനർജി ലെവൽ ഉണ്ടാവും അല്ലെ? ഈ വൈബ്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എനർജി ഉണ്ട്, ഇതിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു എനർജി ഉണ്ട്. സോ ഞാനത് ഫസ്റ്റ് വൺ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള E എന്ന് എഴുതുകയാണ്. അപ്പോൾ എന്താ വരിക? ഇത് എഴുതുന്ന സമയത്ത് വി പ്ലസ് ഹാഫ് എച്ച് ന്യൂ 0, ഇ ഡാഷ് വി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇ ഡാഷ് വി ഡാഷ് പ്ലസ് ഹാഫ് എച്ച് ന്യൂ 0 എന്ന് വരും. ദെൻ ഡെൽറ്റ ഇ കണ്ടുപിടിക്കുന്നു. ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ ഡാഷ് മൈനസ് ഇ. ഇ ഡാഷ് മൈനസ് ഇ ആയിരിക്കില്ലേ? അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയേ. അങ്ങനെ ചെയ്ത് നോക്കുക. വി ഡാഷ് പ്ലസ് ഹാഫ് എച്ച് ന്യൂ 0 മൈനസ് വി പ്ലസ് ഹാഫ് എച്ച് ന്യൂ 0. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കിയത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുന്നില്ല, ഞാനിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേതൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം, ഏതൊക്കെ വെട്ടിപ്പോവും? ഹാഫ് എച്ച് ന്യൂ 0 മൈനസ് ഹാഫ് എച്ച് ന്യൂ 0 വെട്ടിപ്പോവും. നിങ്ങളിത് എക്സ്പാൻഡ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പം റിമൈൻഡ് ചെയ്യുന്ന ടേംസ് ഇത്രയൊക്കെ ആയിരിക്കും.
വി ഡാഷ് എച്ച് ന്യൂ സീറോ മൈനസ് വി എച്ച് ന്യൂ സീറോ. സോ ആൻഡ് ഫൈനലി ഞാനതിനെ എങ്ങനെ എഴുതുകയാണ്? വി ഡാഷ് മൈനസ് വി എച്ച് ന്യൂ സീറോ and that is equal to delta E equal to v dash minus v h nu 0. That is equation number 2. Equation number 2 എന്ന് കൊടുക്കുക. Then എന്താ ചെയ്യേണ്ടത്? ഇക്വേറ്റ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2, 1ഉം 2ഉം ഇക്വേറ്റ് ചെയ്ത് ഡെൽറ്റ ഇ ഈക്വൽ ടു എച്ച് ന്യൂ ആണല്ലേ. അപ്പോൾ ഞാനിത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈ ഡെൽറ്റ ഇക്ക് ഇത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, എച്ച് ന്യൂ ഈക്വൽ ടു, ഇതിനെ ഞാൻ ഈ സൈഡിൽ എഴുതുകയാണ്, എന്തായാലും കണക്കാണ്, വി ഡാഷ് മൈനസ് വി എച്ച് ന്യൂ സീറോ ഇങ്ങനെ എഴുതുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ദെൻ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ നമ്പർ 3 ഇതാണ്. എന്താണ് ഇക്വേഷൻ നമ്പർ 3? എച്ച് ന്യൂ ഈക്വൽ ടു വി ഡാഷ് മൈനസ് വി എച്ച് ന്യൂ സീറോ അല്ലേ. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. സോ ഇപ്പം എന്താ സംഭവിക്കുന്നത്? അപ്ലൈയിങ് സെലക്ഷൻ റൂൾ. ഇപ്പം നമ്മൾ ഒന്നുകൂടി എഴുതി കഴിഞ്ഞാൽ എച്ച് ന്യൂ ഈക്വൽ ടു വി ഡാഷ് മൈനസ് വി എച്ച് ന്യൂ സീറോ. അപ്പോൾ ഇതിലെന്ത് ചെയ്യുകയാണ്? നമ്മൾ സെലക്ഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈയിങ് സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ നടക്കാനുള്ള ക്രൈറ്റീരിയകളാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ട്രാൻസിഷൻ നടക്കാനുള്ള ക്രൈറ്റീരിയ ഡെൽറ്റ വി ഈക്വൽ ടു +or-1 ആണ്. ഇതിൻ്റെ ഈ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി +1 മീൻ ചെയ്യുന്നത് രണ്ട് എനർജി, രണ്ട് വൈബ്രേഷൻ ലെവൽ ഉണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് +or-1 ആയിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകണ്ട, അത് നമുക്ക് പഠിക്കാനില്ല. ഡെൽറ്റ ഈക്വൽ ടു +or-1 ആണെന്ന് ഓർത്താൽ മാത്രം മതി. ഇതിന് നമുക്ക് ഇങ്ങനെയും പറയാം, അതായത് ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഇല്ലേ, വി ഡാഷ് മൈനസ് വി ഈക്വൽ ടു 1 എന്ന് എടുക്കുകയാണ് ഞാൻ. സപ്പോസ് ഞാൻ ടേക്കിംഗ് വി ഡാഷ് മൈനസ് വി ഈക്വൽ ടു +or-1 ആണ്. പ്ലസ് എടുത്താലും മൈനസ് എടുത്താലും ഒക്കെ കറക്റ്റാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആവാൻ വേണ്ടി +1 എടുക്കുകയാണ്. സോ ഇക്വേഷൻ 3 ഇതാണ്. ദെൻ 3 ബിക്കം എന്തായിരിക്കും? 3ൽ നമ്മളിത് അപ്ലൈ ചെയ്താൽ എന്താ വരിക? എച്ച് ന്യൂ ഈക്വൽ ടു വി ഡാഷ് മൈനസ് വി 1 ഇൻറ്റു എച്ച് ന്യൂ 0 അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഏതൊക്കെ വെട്ടിപ്പോവും? എച്ചും വെട്ടിപ്പോവും. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫൈനലി ന്യൂ ഈക്വൽ ടു ന്യൂ 0. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇത് എന്താണ് ഈ ന്യൂ ഈക്വൽ ടു ന്യൂ 0 എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഈ ന്യൂ 0 എന്തായിരുന്നു? ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി. 2 മാസ് കണക്ട് ചെയ്യുമ്പോൾ M1 M2 ഈ 2 മാസ് കണക്ട് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ് ന്യൂ 0. അപ്പോൾ ന്യൂ എന്തായിരുന്നു? ന്യൂ എന്ന് പറയുന്നത് ഏതൊരു എന്താ പറയുക, ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് അബ്സോർബ് ചെയ്യുന്ന IR റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ് ന്യൂ. ഈ ഫ്രീക്വൻസിയാണ് ന്യൂ, അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി. ഇതെന്താണ്? ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ ഫ്രീക്വൻസി. അപ്പോൾ 2 ഫ്രീക്വൻസി വന്നു. ഒരു കേസിൽ തന്നെ 2 ഫ്രീക്വൻസി. എന്താണ്? ഒന്ന് ഇതിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഫ്രീക്വൻസി, ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ ഫ്രീക്വൻസി. ഒന്ന് ഈ സിസ്റ്റം അബ്സോർബ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് IR റേഡിയേഷൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ 2 ഫ്രീക്വൻസിയും ഈക്വലൻ്റ് ആവണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരെന്താ? റെസൊണൻസ്. അപ്പോൾ ഇങ്ങനെ റെസൊണൻസിൽ വരുമ്പോഴാണ്, അല്ലെങ്കിൽ റെസൊണൻസ് ഹാപ്പൻ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ മോളിക്യൂള് വരുന്ന റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് സ്പെക്ട്രം തരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഫ്രീക്വൻസി ഓഫ് അബ്സോർബ്ഡ് IR റേഡിയേഷൻ ന്യൂ and this is equal to the fundamental vibrational frequency of the molecule അല്ലേ. ഫ്രീക്വൻസി ഓഫ് ഇവിടുന്ന് വരുന്ന റേഡിയോ മാഗ്നറ്റിക്കിൻ്റെ ആണ് ഇതെന്തിൻ്റെയാണ്? ഈ വൈബ്രേഷൻ്റെ M1 M2ൻ്റെ വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന ഫ്രീക്വൻസി ഓഫ് അബ്സോർബ്ഡ് IR റേഡിയേഷൻ ന്യൂ ഈസ് ഈക്വൽ ടു ദ ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ ഫ്രീക്വൻസി ഓഫ് ദ മോളിക്യൂൾ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫൈനൽ സ്പെക്ട്രം കിട്ടുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ക്രൈറ്റീരിയ ഓർ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസൊണൻസ് ടു ഗെറ്റ് ആൻ IR സ്പെക്ട്രം. ദിസ് ഈസ് ദ കണ്ടീഷൻ. ഇതാണ് നമ്മുടെ IR സ്പെക്ട്രം കിട്ടാനുള്ള ശരിക്കുള്ള കണ്ടീഷൻ. അതുകൊണ്ടാണ് തിയറി ഓഫ് IR എന്ന് പറയുന്നത്. കണ്ടീഷൻ ടു ഗെറ്റ് IR സ്പെക്ട്രം. എന്താണ് കണ്ടീഷൻ? ദർ ഷുഡ് ബി റെസൊണൻസ് വിത്ത് അബ്സോർബ്ഡ് IR റേഡിയേഷൻ വിത്ത്
ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ മോളിക്യൂൾ. അതാണ് റെസൊണൻസ് കണ്ടീഷൻ. ഇത് രണ്ടും തമ്മിൽ റെസൊണൻസിൽ വരണം. ഇങ്ങനെ റെസൊണൻസിൽ വരുമ്പോഴാണ് നമുക്ക് അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് IR സ്പെക്ട്രം കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ തിയറി ഒന്ന് ബ്രീഫായിട്ടൊരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പം നമ്മൾ പറഞ്ഞ തിയറിയാണ് ഇത്. കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മുടെ കയ്യിലുള്ള മോളിക്യൂൾ എന്ന് വിചാരിക്കുക, സാമ്പിൾ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ തിയറി പ്രകാരം എന്താ ചെയ്യുന്ന, IR റേഡിയേഷൻ വരുന്നു. IR റേഡിയേഷൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മേലെ ഹിറ്റ് ചെയ്യുന്നു. ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രീക്വൻസി hν ആണെന്ന് കരുതുക. സോ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന റേഡിയേഷൻ തന്നെ ആക്ച്വലി എനർജിയാണ്, അല്ല എനർജി അല്ലേ റേഡിയേഷൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, ഈ എനർജി വരുന്ന എനർജി കൊണ്ട് ഇത് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് വൈബ്രേഷന് വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ വൈബ്രേഷന് വേണ്ടി യൂസ് ചെയ്തിട്ട് അവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വൈബ്രേഷന് വേണ്ടി യൂസ് ചെയ്ത് ഏതോ ഒരു പെർട്ടിക്കുലർ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ ഇത് രണ്ടും ഈക്വൽ ആവും, റെസൊണൻസ് ആവും. നമുക്കറിയില്ല, ഏതെങ്കിലും ഏതോ ഒരു പെർട്ടിക്കുലർ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഏതോ ഒരു പെർട്ടിക്കുലർ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ ഇത് രണ്ടും ഈക്വലൻ്റ് ആവും. ഈക്വലൻ്റ് ആയിക്കഴിഞ്ഞാൽ റെസൊണൻസ് നടന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ആസ് എ റിസൾട്ട് അപ്പോഴാണ് ആക്ച്വലി ഇതിവിടെ കംപ്ലീറ്റ് ആവുന്ന ഈ പ്രോസസ്സ്, ഈ വരുന്ന റേഡിയേഷനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് എന്ത് സംഭവിക്കുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് IR സ്പെക്ട്രം കിട്ടുന്നത്. ഇതാണ് നമ്മുടെ റിസൾട്ട് ഔട്ട്പുട്ട്. ഇങ്ങനെയാണ് സ്പെക്ട്രം വരക്കുന്നത് IRൽ, ന്യൂ ബാർ വേഴ്സസ് പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്മിറ്റൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടുള്ള പീക്കാണ് കിട്ടുക. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പീക്കുകളും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ജനറലി ഒരു തിയറി ഓഫ് IR വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ?